ഞങ്ങൾ മുമ്പോട്ട് വരാം. കുട്ടികൾ മുമ്പോട്ട് വരാം. സൺഡേ സ്കൂൾ അധ്യാപകർ, ഉത്തരവാദിത്തപ്പെട്ടവർ പിള്ളേരെ ഒന്ന് ഗൈഡ് ചെയ്തേ. ആൺകുട്ടികൾ ഈ സൈഡിൽ നിന്നേ, പെൺകുട്ടികൾ ഈ സൈഡിൽ നിന്നേ. കയറി ഇങ്ങോട്ട് കയറിപ്പോ. മതി, പൊക്കം കുറഞ്ഞവർ ഫ്രണ്ടിലോട്ട് വരത്തക്കട്ടെ. മൈക്കിനോടെ പിടിച്ചാണ് കേട്ടോ. നിങ്ങൾ കുറേ ചില പ്രതിജ്ഞകൾ എടുക്കുകയാണ്. ആ പ്രതിജ്ഞകൾ എന്താണ് പ്രതിജ്ഞകളെന്ന് പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും ഉത്തരങ്ങൾ പറയുകയും ചെയ്യണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. നിങ്ങളെല്ലാവരും ചേർന്നും ഒരുമിച്ചും ഉത്തരം പറയണം. അതിൽ ഒരെണ്ണം മാത്രം നിങ്ങൾ ഓരോരുത്തരായിട്ട് പറയേണ്ടതാണ് എന്നും കൂടെ ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കും. അല്പം മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ദൈവസന്നിധിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്, അല്ലേ? ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ദൈവം കേൾക്കുന്നുണ്ട്. കേൾക്കുന്ന കാര്യം നിങ്ങൾ പറഞ്ഞാലും മറന്നുപോയാലും ദൈവം എന്ത് ചെയ്തില്ല? മറക്കത്തില്ല. അപ്പോൾ ഒരിക്കൽ എന്തു ചെയ്യും? നമ്മളിവിടെ പ്രതിജ്ഞ ചെയ്ത കാര്യങ്ങളൊക്കെ മക്കളെ നിങ്ങൾ കാണത്തില്ല. മക്കളെ ശരി, നിങ്ങൾ പുറത്ത് ഇങ്ങോട്ടും കുറച്ചുകൂടെ മക്കൾ മോനെ ഇങ്ങോട്ട്. ഏറ്റവും പറയുന്ന എനിക്ക് നാളെ ഇങ്ങോട്ട് അമ്മാനും ഇങ്ങോട്ട്. മോനെ അവിടെ നിന്നു. നമ്മൾ മറന്നാലും എന്ത് ചെയ്തില്ല? ദൈവം മറക്കത്തില്ല. കാരണം ദൈവസന്നിധി നമ്മൾ പറഞ്ഞതാണ്, ദൈവം കേട്ടതായതുകൊണ്ട് നമുക്ക് അത് നമ്മൾ മറന്നാലും ദൈവം മറക്കും. നമ്മൾ മറക്കാൻ പാടില്ല. എന്താണ് ചെയ്തത് പറഞ്ഞത് നമ്മളും പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതാണ്. പ്രത്യേകിച്ച് സഭാപ്രസംഗി വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, ദൈവസന്നിധിയിൽ ഒരു വാക്ക് പറയാൻ ബന്ധപ്പെടരുത്. തത്രപ്പാടോടെ എന്ത് ചെയ്യരുത്? പറയരുത്. തത്രപ്പാടോടുകൂടി നമ്മൾ പറയാൻ പാടില്ല. ആലോചിച്ച് ശ്രദ്ധിച്ച് വേണം ഉത്തരം പറയാൻ. ഓക്കെ, പ്രതിജ്ഞ ചെയ്യുകയാണ് നിങ്ങൾ. ചോദ്യം ഇതാണ്: ഇപ്പോൾ ദൈവത്തിൻ്റെയും ഈ സഭായോഗത്തിൻ്റെയും മുമ്പാകെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ക്രിസ്തുവിൻ്റെ ശക്തിയിൽ നിഗളവും ഈ ലോകത്തിൻ്റെ മായയും ജഡത്തിൻ്റെ പാപങ്ങളും പിശാചിൻ്റെ സകല പ്രവൃത്തികളും നീ ഉപേക്ഷിക്കുന്നുവോ എന്നാണ് ചോദ്യം. ഞാൻ അവയെ ഉപേക്ഷിക്കുന്നു എന്നാണ് ഉത്തരം പറയേണ്ടത്. ചോദ്യം ഞാൻ ഒന്നുകൂടെ പറയാം. ക്രിസ്തുവിൻ്റെ ശക്തിയിൽ, ശ്രദ്ധിച്ച് കേൾക്കണേ, ക്രിസ്തുവിൻ്റെ ശക്തിയിൽ നിഗളവും ഈ ലോകത്തിൻ്റെ മായയും ജഡത്തിൻ്റെ പാപങ്ങളും പിശാചിൻ്റെ സകല പ്രവൃത്തികളും നീ ഉപേക്ഷിക്കുന്നുവോ? ഞാൻ അവയെ ഉപേക്ഷിക്കുന്നുവെന്ന് ആൺകുട്ടികൾ ചേർന്ന് പറയാം. ഒന്നുകൂടെ പറഞ്ഞേ. പെൺകുട്ടികൾ ചേർന്ന് പറഞ്ഞേ. ഒന്നുകൂടെ. അടുത്ത ചോദ്യം ഇതാണ്: പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകദൈവത്തിൽ നീ വിശ്വസിക്കുന്നുവോ? ചോദ്യം ഒന്നുകൂടെ പറയാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകദൈവത്തിൽ നീ വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നു. ചേർന്ന് പറയാം. അടുത്ത ചോദ്യത്തിന് ഉത്തരമായിട്ട് ഓരോരുത്തരും ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയണം. ഓരോരുത്തരായിട്ട് പറയണം ഞാൻ സ്വീകരിക്കുന്നുണ്ട്. ചോദ്യം ഇതാണ്: കർത്താവായ യേശുക്രിസ്തുവിനെ നിൻ്റെ രക്ഷിതാവായും ലോകത്തിൻ്റെ രക്ഷിതാവായും നീ സ്വീകരിക്കുന്നുവോ എന്നാണ് ചോദ്യം. ചുരുക്കം ഇതാണ്: കർത്താവ് യേശു നമ്മുടെ രക്ഷകൻ എന്ന് നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. രക്ഷകൻ എന്ന് പറഞ്ഞാൽ ആരാ? രക്ഷകൻ ആരാ? രക്ഷകൻ രക്ഷിക്കുന്നവൻ. രക്ഷകൻ രക്ഷിക്കുന്നവൻ. യേശു രക്ഷകൻ എന്ന് പറഞ്ഞാൽ യേശു രക്ഷകൻ. യേശുവിൻ്റെ രക്ഷകൻ എന്ന് പറഞ്ഞാൽ യേശു എന്നെ രക്ഷിച്ചു, അല്ലേ?
എങ്ങനെ യേശു നമ്മളെ രക്ഷിച്ചത്? യേശു എങ്ങനെ രക്ഷിച്ചേ? എന്തിൽ നിന്നാണ് രക്ഷിച്ചേ? പാപത്തിൻ്റെ ശിക്ഷയിൽ. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നാണ് യേശു നമ്മളെ രക്ഷിച്ചത്. പാപത്തിൻ്റെ ശമ്പളം എന്താണെന്ന് പഠിക്കുന്നത്? മരണം. അപ്പോൾ പാപത്തിൻ്റെ ഫലമായി നമുക്കൊക്കെയും ലഭിക്കാമായിരുന്ന മരണം എന്ന നിത്യശിക്ഷയിൽ നിന്ന് യേശു എന്ത് ചെയ്തു? തൻ്റെ ജീവനെ കാൽവറി ക്രൂശിൽ ബലിയായി അർപ്പിച്ചിട്ട് നമുക്ക് പകരമായി യാഗം നൽകിക്കൊണ്ട് നമ്മളെ രക്ഷിച്ചു. അത് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് രക്ഷ കിട്ടുന്നത്. യേശു നമ്മളെ രക്ഷിച്ചു, യേശു രക്ഷകനായി എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ്, എൻ്റെ പാപത്തിന് വേണ്ടി യേശു മരിച്ചു എന്ന് വിശ്വസിക്കുമ്പോഴാണ് യേശു നമ്മുടെയും രക്ഷകനായിത്തീരും. ചോദ്യം ഇതാണ്: കർത്താവായ യേശു ക്രിസ്തുവിനെ നിൻ്റെ രക്ഷിതാവായും ലോകത്തിൻ്റെ രക്ഷിതാവായും നീ സ്വീകരിക്കുന്നുവോ എന്നാണ്. ഓരോരുത്തരും ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയാം. ഞാൻ സ്വീകരിക്കുന്നു എന്ന് ഓരോരുത്തരായിട്ട് പറയാം. ഓക്കെ, എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നിത്യാവിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും കാണപ്പെടുകയും കാണപ്പെടാത്തതുമാണത്ത സ്ഥലത്തെ സ്ഥിതിനായ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ യേശു ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകം വേദന പിതാവ് ജനിക്കപ്പെട്ടവൻ, ദൈവത്തിൻ്റെ ദൈവം, പ്രകാശം, സത്യദൈവത്തിന് സദൈവം, ജനിക്കപ്പെടാണ്ടാക്കപ്പെടമല്ല, പിതാവിടെ നമ്മളവൻ, അവനാൽ സ്ഥലമുണ്ടായി, അവൻ മനുഷ്യൻ നമുക്ക് മനുഷ്യക്ക് വേണ്ടി സ്വർഗം നിറങ്ങി, വിശുദ്ധാത്മാവനാൽ മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പീലാത്തോസിന് കീഴിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അവൻ കഷ്ടപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, തിരുവചന പ്രകാരം മൂന്നാം സ്വർഗ്ഗത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് കയറി പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവനുള്ളവരെ മനുഷ്യരെ ഞാൻ മേൽപ്പാൻ മതത്തോടെ വീണ്ടും വരും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. കർത്താവ് ജയിപ്പിക്കുന്നവനും പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും വന്ദിക്കപ്പെട്ട് മഹത്വപ്പെടുന്നവനും പ്രവാചകന്മാരെ കൊണ്ട് പറയിച്ചനുമായ വിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. കാതോലിക അപ്പോസ്തലരെയും ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏകഭക്തിയെ അനുസരിക്കുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തിനും ഒരുപാട് ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. സഭയ്ക്കിരിക്കാം. അടുത്ത ചോദ്യത്തിന് ഉത്തരമായി ദൈവം എൻ്റെ സഹായനാകയാൽ ഞാൻ ചെയ്യും എന്നാണ് പറയേണ്ടത്. ദൈവം എൻ്റെ സഹായനാകയാൽ ഞാൻ ചെയ്യും എന്ന്. ചോദ്യം ഇതാണ്: നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധ ഹിതവും കൽപ്പനകളും പ്രമാണിക്കുകയും അവയിൽ തന്നെ നിങ്ങളുടെ ആയുസ്നാളൊക്കെ നടക്കുകയും ചെയ്യുമോ? ചോദ്യം ഒന്നുകൂടെ പറയാം. നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധ ഹിതവും കൽപ്പനകളും പ്രമാണിക്കുകയും അവയിൽ തന്നെ നിങ്ങളുടെ ആയുസ്നാളൊക്കെ നടക്കുകയും ചെയ്യുമോ? ഉത്തരം: ദൈവം എൻ്റെ സഹായനാകയാൽ ഞാൻ ചെയ്യും. ചേർന്ന് പറഞ്ഞേ. അടുത്ത 3 ചോദ്യത്തിന് ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു എന്നാണ് പറയേണ്ടത്. ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു എന്ന്. കർത്തൃ ദിവസത്തിൽ, അതായത് വിശുദ്ധ ഞായറാഴ്ച ദിവസങ്ങളിൽ നിങ്ങളുടെ സഹക്രിസ്ത്യാനികളോട് ചേർന്ന് ആരാധനയിലും പ്രത്യേകിച്ച് കർത്താവിൻ്റെ അത്താഴത്തിൽ സംബന്ധിക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നുവോ? അതായത് ഞാൻ പറഞ്ഞതാണ്, നമ്മളിനി എല്ലാ വിശുദ്ധ ദിവസങ്ങളിലും ദേവാലയത്തിൽ ആരാധനകൾ വരണമെന്നും വിശുദ്ധ സംസർഗ ശുശ്രൂഷ ഉള്ളപ്പോൾ അതിൽ നിങ്ങൾ കൈക്കൊള്ളണം എന്നും ആണ് ഇതിനകത്ത് പറയുന്നത്. അത് സംബന്ധിക്കുന്ന നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നുവോ എന്നാണ് ചോദ്യം. ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. കർത്തൃ ദിവസത്തിൽ നിങ്ങളെ സഹക്രിസ്ത്യാനികളോട് ചേർന്ന് ആരാധനയിലും പ്രത്യേകിച്ച് കർത്താവിൻ്റെ അത്താഴത്തിൽ സംബന്ധിക്കുമെന്ന്
നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നുവോ? ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു. പറഞ്ഞേ, ഉറച്ചു പറഞ്ഞേ. തിരുവചനം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും വിശ്വസ്തരായിരിക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നുവോ? ഞാൻ അല്പം മുമ്പ് നിങ്ങളോട് ചോദിച്ചതാണ്. തിരുവചനം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും വിശ്വസ്തരായിരിക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നുവോ? ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു. നിങ്ങളുടെ പ്രാപ്തി പോലെ ദൈവവേലയ്ക്ക് കൊടുക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നു. ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ സ്തോത്രാഴ്ചകൾ അർപ്പിക്കുന്നതും അതുപോലെ തന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നതും സാധുക്കളെ സഹായിക്കുന്നതും എല്ലാം എന്താണ്? ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നതിന് തുല്യമാണ്. ചോദ്യം ഇതാണ്, നിങ്ങളുടെ പ്രാപ്തി പോലെ ദൈവവേലയ്ക്കായി കൊടുക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നുവോ? ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു. പറഞ്ഞേ. അടുത്ത ചോദ്യത്തിന് ഉത്തരമായി ഞാൻ സമ്മതിക്കുന്നു എന്നാണ് പറയേണ്ടത്. ഞാൻ സമ്മതിക്കുന്നു എന്ന്. ക്രൂശിക്കപ്പെട്ട് പുനരുത്ഥാനം ചെയ്ത യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറയുന്നതിന്, അവൻ്റെ കൊടിക്കീഴിൽ നിന്ന് ധൈര്യത്തോടെ പോരാടുന്നതിന്, വാക്കിലും പ്രവൃത്തിയിലും സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവപര്യന്തം അവൻ്റെ വിശ്വസ്ത പടയാളികളും സേവകരുമായി തുടരുന്നതിനും നിങ്ങൾ ബാധ്യസ്ഥരാണെന്ന് സമ്മതിക്കുന്നുവോ? ചുരുക്കം പറഞ്ഞാൽ, ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് അല്ലെങ്കിൽ ദൈവവേദനായിട്ട് നിങ്ങൾ ജീവിക്കുമോ എന്നാണ് ആ ചോദ്യത്തിൻ്റെ ചുരുക്കം. ക്രൂശിക്കപ്പെട്ട് പുനരുത്ഥാനം ചെയ്ത യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറയുന്നതിനും, അവൻ്റെ കൊടിക്കീഴിൽ നിന്ന് ധൈര്യത്തോടെ പോരാടുന്നതിനും, വാക്കിലും പ്രവൃത്തിയിലും സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവപര്യന്തം അവൻ്റെ വിശ്വസ്ത പടയാളികളും സേവകരുമായി തുടരുന്നതിനും നിങ്ങൾ ബാധ്യസ്ഥരാണെന്ന് സമ്മതിക്കുന്നുവോ? ഞാൻ സമ്മതിക്കുന്നു. പറഞ്ഞേ. കർത്താവിൽ പ്രിയരെ, നമ്മുടെ ഏകരക്ഷിതാവായ ക്രിസ്തു മൂലം ദൈവത്തിലുള്ള വിശ്വാസവും അവനെ അനുസരിക്കുന്നതിലും തൻ്റെ ജനങ്ങളുമായുള്ള കൂട്ടായ്മയിൽ ജീവിക്കുന്നതിനുമുള്ള നിങ്ങളുടെ ആഗ്രഹവും നിങ്ങൾ ഏറ്റുപറഞ്ഞുവല്ലോ. നിങ്ങളിപ്പോൾ മുട്ടുകുത്തി നിങ്ങൾ വാഗ്ദത്തം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ പാർട്ടിപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ മുട്ടുകുത്തിക്ക്. ഈ റെയിൽസേനെ മുട്ടുകുത്താം. മുട്ടുകുത്തി. നിങ്ങളിവിടെ മുട്ടുകുത്തി. മുട്ടുകുത്തിക്ക്. ഒരു സമർപ്പണ പ്രാർത്ഥനയാണ്. ഞാനത് ചൊല്ലിത്തരുമ്പോൾ എൻ്റെ പിന്നാലെ നിങ്ങൾ കുട്ടികൾ മാത്രം ഏറ്റുചൊല്ലണം എന്ന് കൃത്യമായിട്ട് ഓർപ്പിക്കും. നാം പഠിച്ചതായ കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങളെടുത്ത പ്രതിജ്ഞകളും വാഗ്ദത്തങ്ങളൊക്കെ നമുക്ക് പാലിപ്പാനായിട്ടിടയാണെങ്കിൽ നാം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കേണ്ടതാണ്. വളരെ പ്രാർത്ഥനാപൂർവം ഈ പ്രതിജ്ഞ എൻ്റെ പിന്നാലെ ചൊല്ലും. ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ എൻ്റെ ദൈവമേ, ഞാൻ എനിക്കുള്ളവനല്ല, നിനക്കുള്ളവനത്രേ. എൻ്റെ ആയുസ്സ് നാളൊക്കെയും നിന്നെ സ്നേഹിക്കേണ്ടതിനും വിശ്വസ്തയോടെ നിന്നെ സേവിക്കേണ്ടതിനും ഞാൻ എന്നെ തന്നെ നിൻ്റെ പൈതലായി നിനക്ക് ഏൽപ്പിച്ചു തരുന്നു. ആമേൻ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കുഞ്ഞുങ്ങളെടുത്ത തീരുമാനങ്ങളും പ്രതിജ്ഞകളെല്ലാം അവർക്ക് പാലിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ അവർക്ക് ആവശ്യമാണ്. അവരുടെ സ്വന്തം പരിശ്രമങ്ങളാൽ അവരെടുത്ത പ്രതിജ്ഞകളൊന്നും അനുസരിപ്പാൻ അവർക്ക് സാധ്യമല്ല. അതിനാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം അവരുടെ മേൽ, കൃപ അവരുടെ മേൽ പകരുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഏതാനും നിമിഷങ്ങൾ നമുക്ക് മൗനമായി ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എൻ്റെ പിന്നാലെ സഭാമക്കൾ ഗായക സംഘത്തോടൊപ്പം ചൊല്ലണം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയ്ക്ക് മുമ്പായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ പ്രിയമക്കളുടെ മേൽ പകരുന്നതിന് വേണ്ടി സഭയായിട്ടുള്ള പ്രാർത്ഥനയായുള്ള ജ്ഞാനകീർത്തനങ്ങളിൽ 414 കീർത്തനം പരിശുദ്ധാത്മാവിൻ്റെ വരവിനായുള്ള അപേക്ഷയാകുന്ന സഭയുടെ അപേക്ഷ 414 കീർത്തനം 1ഉം 2ഉം ജനങ്ങൾ ഞാൻ തനിയെ പാടും. 3ഉം 4ഉം ജനങ്ങൾ സഭാമക്കൾ ഗായകസംഘത്തോടൊപ്പം പാടണം. ദേവാത്മാവേവ നോദുക എല്ലാവർ മേലും വീശുക. തീയാൽ കത്തിക്കാം ഞങ്ങളെ ആശ്വാസം ജീവൻ സ്നേഹത്തിൽ മാറ്റുകയിരുൾ ആശേഷ Amen.
നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രിയ മക്കളുടെ മേൽ ദൈവത്തിൻ്റെ ധാരാളമായ കൃപകൾ സ്വർഗസ്ഥനായ പിതാവ് നൽകുന്നതിന് വേണ്ടി, അയക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. അവരുടെ സ്വന്തം പരിശ്രമങ്ങളാൽ അവരുടെ ജീവിതത്തിൽ അവരുടെ പ്രതിജ്ഞകൾ പാലിപ്പാൻ സാധിക്കില്ലല്ലോ. അതിനാൽ ദൈവത്തിൻ്റെ ധാരാളമായ കൃപകൾ, പരിശുദ്ധാത്മാവിൻ്റെ സഹായം പ്രിയ മക്കളുമേൽ വരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എന്ന പിന്നാലെ സഭാമക്കൾ ഗായസോടൊപ്പം ഏറ്റു ചൊല്ലണം. സ്ത്രീകളുടെ കുട്ടികൾ അത് ചൊല്ലേണ്ടതില്ല എന്ന് ഓർപ്പിക്കുകയും ചെയ്യും. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധ ബപ്തിസ്മയാൽ ഈ നിന്റെ മക്കളെ നിന്റെ കുടുംബത്തിലേക്ക് കൈക്കൊണ്ട ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇവരെ വിശ്വാസത്തിൽ ബലപ്പെടുത്തി നിന്റെ കൃപാവരങ്ങളാകുന്ന ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവിനെ, ആലോചനയുടെയും ശക്തിയുടെയും ആത്മാവിനെ, പരിജ്ഞാനത്തിന്റെയും ദൈവഭയത്തിന്റെയും ആത്മാവിനെ ഇവരിൽ ദിനംതോറും വർദ്ധിപ്പിച്ച് നിന്റെ കരുണയാൽ ഇവരെ നിത്യജീവനിലേക്ക് കാത്തുകൊള്ളണമെന്ന് നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുമിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. ഗായകസംഘത്തോടൊപ്പം ഉറച്ച ശബ്ദത്തിൽ ആമേൻ എന്ന് പറയണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഓരോ തവണയും കുഞ്ഞുങ്ങളെ തലമേൽ കൈവച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഗായകസംഘത്തോടൊപ്പം സഭാമക്കളെല്ലാവരും ചേർന്ന് ആമേൻ എന്ന് ഉറച്ച ശബ്ദത്തിൽ പറയണം. കർത്താവേ, നിന്റെ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികമധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികമധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികമധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികമധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികമധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ.
കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ രാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ.
കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്ക് നിനക്കുള്ളവളായിരിക്കുകയാണ്. നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്ക് നിനക്കുള്ളവളായിരിക്കുകയാണ്. നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്ക് നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്ക് നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്ക് നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്ക് നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്ക് നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്ക് നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്ക് നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്ക് നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. നിങ്ങളോട് കൂടിയിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മുട്ടുകളെ മടക്കാം, മുട്ടുകുത്തിക്കുക, അതാതടങ്ങളെ മുട്ടുകുത്തി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശദീകരണമേ, തിരുരാജ്യം വരണമേ, തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ.
ഞങ്ങളുടെ കാഴ്ച ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് എടുത്താതെ ദുഷ്ടങ്ങൾ വിടിയിക്കണമേ. എന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാവുന്നു. നിന്റെ പുത്രനും ഞങ്ങളെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ വാഗ്ദത്ത പ്രകാരം നിന്റെ സഭയെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായിരിക്കുവാൻ നിയമിച്ച സർവശക്തനും നിത്യനുമായ ദൈവമേ, ഇപ്പോൾ നമ്മുടെ കൈകൾ വെച്ചിട്ടുള്ള ഈ നിന്റെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കരുണയോടെ കേൾക്കണമേ. ഇവരുടെ മേൽ നിന്റെ പിതൃക്കരങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇവരോടുകൂടി നിന്റെ പരിശുദ്ധാത്മാവ് എപ്പോഴും ഇരിക്കണമേ. ഇവർ തങ്ങളുടെ ആയുസ് നാളൊക്കെ നിന്നെ സേവിക്കുകയും നിന്നോടുകൂടെ നേക്കും വസിക്കുകയും ചെയ്യേണ്ടതിന് നിന്റെ വചനത്തിന്റെ അറിവിലും അനുസരണത്തിലും ഇവരെ നടത്തണമെന്ന് ഞങ്ങളെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവൻ നിന്നോടും പരിശുദ്ധാത്മാവോടും കൂടെ എന്നും ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ച് വാഴുന്നുവല്ലോ. കുട്ടികൾക്ക് എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങൾ എഴുന്നേറ്റ് നിന്നേ. എഴുന്നേറ്റ് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വന്ന് നിൽക്കാമോ ലൈനായിട്ട്? എന്നിട്ട് സഭയ്ക്ക് അഭിമുഖമായിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് നിന്ന് കുറച്ചുകൂടെ നിങ്ങൾ കുറച്ചുകൂടെ ഇങ്ങോട്ട് നിന്ന് കുറച്ചുകൂടെ. ഈ സമയത്ത് ബഹുമാനമുള്ള ഇടവപ്പട്ടക്കാരൻ ഈ കുട്ടികളെ സ്വീകരണ വചനങ്ങൾ ചൊല്ലിക്കൊടുത്ത് സ്വീകരിക്കുന്നതാണ്. സ്വീകരണ വചനങ്ങൾ അച്ഛൻ ചൊല്ലിത്തരുമ്പോൾ ഗായക സംഘത്തോടൊപ്പം സഭാമക്കൾ എല്ലാവരും ചേർന്ന് ചൊല്ലണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. സ്വീകരണ വചനങ്ങൾ ചൊല്ലി സ്ഥിരീകരിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ നമ്മൾ സ്വീകരിക്കുന്നതാണ്. സഭയിൽ പൂർണ്ണ കൂട്ടായ്മയിലേക്ക് സ്വീകരിക്കുകയാണ്. അച്ഛനത് ചൊല്ലിത്തരുമ്പോൾ സഭാമക്കൾ ഗായക സംഘത്തോടൊപ്പം ചേർന്ന് ചൊല്ലണം. സ്ഥിരീകരണം കഴിഞ്ഞ കുഞ്ഞുങ്ങളത് ചൊല്ലേണ്ടതില്ല എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കും. സഭയ്ക്ക് എഴുന്നേറ്റ് പ്രിയപ്പെട്ടവരെ, ഈ സഭയിലെ സഭയുടെ പൊതുജീവിതത്തിൽ ഞങ്ങളോടുകൂടെ പങ്കുകൊള്ളുവാൻ നിങ്ങളെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അവന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ അറിവിലും സ്നേഹത്തിലും വളരേണ്ടതിന് ഞങ്ങൾ ഞങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും നിങ്ങൾക്ക് നൽകുമെന്ന് ഉറപ്പ് നൽകുന്നു. നാം എല്ലാവരും ആത്മാവിന്റെ ഐക്യതയിൽ ഇവിടെ ഭൂമിയിൽ ദൈവത്തെ സേവിച്ചിട്ട് സ്വർഗത്തിൽ വിശുദ്ധന്മാരുടെ പൂർണ്ണ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കേണ്ടതിന് ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. കുട്ടികൾ ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നേ. എത്രയും പ്രിയപ്പെട്ടവരെ, സഭയുടെ എല്ലാ പദവികളിലും പങ്കാളികളാകുന്നതിനും അതിൻ്റെ എല്ലാ ചുമതലകളും നിർവഹിക്കുന്നതിനുമായി നാം ഇന്നേ ദിവസം നിങ്ങളെ സഭയുടെ പൂർണ്ണ കൂട്ടായ്മയിലേക്ക് സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കും. നിങ്ങൾ മെസ്സിഹായുടെ കൊടിക്കീഴിൽ ധൈര്യത്തോടെ പോരാട്ടം കഴിക്കുമെന്നും പ്രാണാവസാനം വരെ അവൻ്റെ വിശ്വസ്ത പടയാളികളും ദാസരുമായി തുറന്നുകൊള്ളുമെന്നും നാം വിശ്വസിക്കും. സഭയ്ക്കിരിക്കാം. കുറച്ചുകൂടെ ഒതുങ്ങി നിൽക്കാമോ? അങ്ങോട്ട് കുറച്ചുകൂടെ കുട്ടികൾ ശ്രദ്ധിക്കുക. നമ്മൾ വിശുദ്ധ സംസർക്കുള്ള ഞായറാഴ്ചകളിൽ കയ്യുശ്ശേരി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? കൈകൾ കോപ്പി കയ്യുശ്ശേരി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. ഇന്ന് ആദ്യമായി നിങ്ങൾക്ക് ആ കയ്യുശ്ശേരി ഞാൻ തന്നെ നിങ്ങളെല്ലാവർക്കും നൽകും. അതിനുശേഷം പൊതുവായിട്ടുള്ള കയ്യുശ്ശേരി ലഭിക്കുന്നതാണ്. കയ്യുശ്ശേരി കൊടുക്കുമ്പോൾ നമ്മുടെ വലത് കൈപ്പത്തി നമ്മുടെ കൈക്കുള്ളിൽ വരത്തക്ക രീതിയിലാണ് പിടിക്കേണ്ടത്. വലത് കൈപ്പത്തി നമ്മുടെ കൈയുടെ ഉള്ളിൽ വരത്തക്ക രീതിയിൽ പിടിച്ചിട്ട് ക്രിസ്തുവിൻ്റെ സമാധാനം എന്നോ ദൈവത്തിൻ്റെ ദിവ്യ സമാധാനമോ എന്ന് പറയണം. അത് കൊടുക്കുന്ന ആൾ ദൈവത്തിൻ്റെ ദിവ്യ സമാധാനമെന്നോ
ക്രിസ്തുവിൻ്റെ സമാധാനം. സാധാരണ ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം എന്ന് പറഞ്ഞ് കൈവശം നമ്മൾ കൊടുക്കുകയും വാങ്ങുന്ന ആൾക്കാർ ആമേൻ എന്ന് പറഞ്ഞ് വാങ്ങുകയും ചെയ്യണം. വാങ്ങുന്ന ആൾക്കാർ ആമേൻ എന്ന് പറഞ്ഞ് വാങ്ങണം. അയാൾ വീണ്ടും അടുത്ത ആൾക്ക് കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം എന്ന് പറഞ്ഞ് കൊടുക്കുകയും വാങ്ങുന്ന ആൾ ആമേൻ എന്ന് പറയുകയും ചെയ്യണം. ഇതാണ് വിശുദ്ധ കൈവശം കൊടുക്കുമ്പോഴുള്ള അനുഷ്ഠാന വചനങ്ങൾ. അതങ്ങനെ തന്നെ പാലിപ്പാനായിട്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക. സാധാരണ നമ്മൾ അത്ര ശ്രദ്ധിക്കാതെ ഇങ്ങനെ മുട്ടിച്ചൊക്കെ കൊടുക്കുന്ന അതല്ല അതിൻ്റെ രീതി എന്ന് ഓർപ്പിക്കട്ടെ. സാധാരണ നമ്മൾ കോവിഡ് കാലത്ത് നമ്മളിങ്ങനെ കൈകൂപ്പി കാണിച്ച് സമാധാനത്തിൻ്റെ അടയാളം നമ്മൾ പങ്കുവെക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ കോവിഡ് കാലങ്ങളൊക്കെ കഴിഞ്ഞ കാരണം നമ്മൾ കൈവശം കൊടുക്കുന്ന രീതിയാണ്. ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം എന്ന് പറഞ്ഞ് കൊടുക്കുകയും ആമേൻ എന്ന് പറഞ്ഞ് സ്വീകരിക്കുകയും വീണ്ടും ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം എന്ന് പറഞ്ഞ് കൊടുക്കുകയും ആമേൻ എന്ന് പറഞ്ഞ് സ്വീകരിക്കുകയും ചെയ്യണം. വലത് കൈവെത്തി കൈക്കുള്ളിൽ വരത്തക്ക രീതിയിലാണ് കൈകൾ പിടിക്കേണ്ടത് എന്ന് ഓർക്കും. ആൺകുട്ടികൾ വന്നാട്ടെ. ക്രിസ്തുവിലുള്ള നമ്മുടെ സഹോദര സ്നേഹത്തിൻ്റെ അടയാളമായി നാം നിങ്ങൾക്ക് സമാധാനത്തിൻ്റെ കൈവശരി നൽകുന്നു. ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം. ഓരോരുത്തരും ലൈനായിട്ട് വന്നേ. ഇവിടെ ഇങ്ങോട്ട് വന്നേ. ലൈനായിട്ട് വന്നേ. ലൈനായിട്ട് വരെ. ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം. 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 ലൈനായിട്ട് പോരെ. ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം. 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 ഇന്ന് സ്ഥിരീകരണം കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കുള്ള സ്ഥിരീകരണ കാർഡുകൾ ഈ സമയത്ത് നൽകുന്നതാണ്. അച്ഛൻ പേര് വിളിക്കുമ്പോൾ കുട്ടികൾ മുമ്പോട്ട് വന്ന കാർഡുകൾ വാങ്ങണം. കാർഡിൽ നിങ്ങളുടെ പേരുകളും അതോടൊപ്പം തന്നെ സ്ഥിരീകരണം കഴിഞ്ഞ തീയതിയും ആദ്യത്തെ കമ്മ്യൂണിയൻ കൈക്കൊണ്ട തീയതിയും അതിലുണ്ട്. ഒപ്പുകൾ ഉണ്ട്. അതിൽ ഏതെങ്കിലും വ്യത്യാസമോ ഇല്ലാത്തതോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഇന്ന് തന്നെ പോകുന്നതിന് മുമ്പേ അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് കൃത്യമായിട്ട് ഓർപ്പിക്കുന്നു. പേരുകൾ വിളിക്കുമ്പോൾ കുട്ടികൾ വന്ന് അത് വാങ്ങണം. അത് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കണം. അത് നമ്മൾ സൂക്ഷിച്ച് വെക്കണം. സൂക്ഷിച്ച് വെക്കുമ്പോൾ അതിനകത്തൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന നമ്മൾ ചൊല്ലുക. അതിൽ വ്യത്യാസമായ അല്പമായി കൂട്ടി പ്രാർത്ഥിക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പ്രാർത്ഥന ചൊല്ലുക മാത്രമല്ല ഇത് സൂക്ഷിച്ച് വെക്കണം. നമുക്കത് പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഭാവിയിൽ നിങ്ങൾക്ക് ആവശ്യം വരും. നിങ്ങൾ സ്ഥിരീകരണം കഴിഞ്ഞാണോ എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ സർട്ടിഫിക്കറ്റ്. അതുകൊണ്ട് ഈ കൺഫർമേഷൻ സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് സൂക്ഷിക്കണമേ എന്ന് ഓർമ്മിക്കും.
ദൈവം നിങ്ങളിങ്ങോട്ട് ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ഇങ്ങോട്ട് വന്നാട്ട് കുറച്ചുകൂടെ ഇങ്ങോട്ട് വന്ന്. സഭയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാം. സമാധാനത്തോടുകൂടി ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകുവിൻ. ധൈര്യപ്പെട്ടിരിപ്പീൻ, നല്ലതിനെ മുറുകെ പിടിപ്പീൻ. ആർക്കും നന്മയ്ക്ക് പകരം നന്മ ചെയ്യാതെ മനസ്സുറപ്പില്ലാത്തവരെ ശക്തിപ്പെടുത്തുകയും ബലഹീനരെ താങ്ങുകയും ഞെരുക്കമുള്ളവർക്ക് സഹായിക്കുകയും ചെയ്യുവേൻ. എല്ലാവരെയും ബഹുമാനിപ്പീൻ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഉല്ലസിച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുവേൻ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം മേലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തെ